ഫോണിന്റെ ചാർജർ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലേ? സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. എന്റെ അച്ഛൻ വാങ്ങിച്ച് ചെന്ന് നടക്കുമ്പോഴേ ഫോൺ എടുത്താക്കുമ്പോഴേ ചാർജ് ഉണ്ടാവൂല. എന്നിട്ട് ലാസ്റ്റ് ചാർജറിന്റെ കുഴപ്പമെന്നും പറഞ്ഞ് ഇരിക്കും. എന്റെ അച്ചപ്പനില്ലേ, അച്ചപ്പന്റെ പരിപാടിയാണ് അറിയാം. പണ്ട് റേഡിയോ ആയിരുന്നു വീട്ടില്, റേഡിയോ ഉണ്ടായിരുന്നു. എന്നിട്ട് പഴയ റേഡിയോ ആണ്, പുതിയതല്ല. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് റേഡിയോ നമ്മൾ പോയി വൈകുന്നേരം ആയിരിക്കും ഓണാക്കുന്നത്. പകല് നമുക്ക് ജോലിക്ക് പോകല്ലേ, സ്കൂളിൽ വിട്ട് വൈകിട്ട് വന്നിട്ട് അച്ഛൻ സ്കൂളിൽ വിട്ട് വരും, അച്ഛപ്പൻ ജോലി കഴിഞ്ഞ് വരും. അത് റേഡിയോ എപ്പോഴേലും ചിലപ്പോൾ ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കേൾക്കുക, ഇരപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇരപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉടനെ അച്ഛപ്പൻ എന്താ ചെയ്യുന്നറിയോ, ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തോണ്ട് വന്നു അച്ഛപ്പൻ്റെ തീരും പരിപാടി. ഇത് രണ്ടടിയൊക്കെ കൊടുത്താൽ റേഡിയോ ചിലപ്പോൾ ഒച്ച കേൾക്കുള്ളൂ, സൗണ്ട് വരുള്ളൂ. അപ്പോൾ ഈ റേഡിയോയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വേറെ ആലോചിക്കൊന്നുമില്ല, എന്നാൽ ഇച്ചിരി കഴിഞ്ഞ ഓണാത്തതില്ല, അപ്പം തന്നെ സ്ക്രൂ ഡ്രൈവർ എടുക്കും, സ്ക്രൂ അടിക്കും. സ്ക്രൂ അടിച്ചിട്ട് ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ടാകും, ഇതിൻ്റെ ഫംഗ്ഷനുകൾ. സ്ക്രൂ ഒക്കെ ഇട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സൗണ്ട് വരും. എന്നിട്ട് അച്ചപ്പൻ എന്ന് റേഡിയോ കേൾക്കാതെ വന്നാൽ അപ്പം തന്നെ ഇത് അഴിക്കും. അഴിച്ച് പണിയാ, ഭയങ്കര പണിയാ. ഒരു ദിവസം അച്ചപ്പൻ റേഡിയോ അഴിച്ച് പണിത് 1/2 മണിക്കൂർ ഇരുന്ന് പണിത് കഴിഞ്ഞ് നിർത്തുന്നുണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ന് സൗണ്ട് വരാൻ തുടങ്ങി. ആകാശവാണി തിരുവനന്തപുരം സമയം റേഡിയോ സ്റ്റേഷനിൽ പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ കേട്ടിട്ടുണ്ട്. റേഡിയോ കണ്ടിട്ടുണ്ടോ? ആകാശവാണിയിൽ കറണ്ട് അവിടുത്തെ സാങ്കേതിക അച്ചപ്പനോട് റേഡിയോ. അപ്പൊ അച്ഛമ്മ ബോബന് മോളിലെ ചേർത്തിയെ പോലെ എന്നാന്ന് വെച്ചാ സ്റ്റേഷനിലെ കുഴപ്പമാണോ റേഡിയോയുടെ കുഴപ്പമാണോ അറിയത്തില്ല. റേഡിയോ അത്രയും പഴയത്. ചിലപ്പോൾ 2 അടിയൊക്കെ കൊടുക്കുമ്പോൾ റേഡിയോ ഓണാകും.